എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വീണ്ടും മൈ വേ ബൈ കല്യാണിയും ഡോക്ടർ നിലൂഫർ ഷെറീഫും തമ്മിലുള്ള വിഷയത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഈ വീഡിയോ ചെയ്യാൻ ഞാൻ നിർബന്ധിതനാണ്. കാരണം ഇതിന് മുമ്പുള്ള രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ കാര്യം പറഞ്ഞിട്ടില്ലെങ്കിൽ അത് മോശമായി പോകത്തില്ലേ? അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ വിഷയം എടുക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം ഈ വിഷയം കണ്ടാൽ മതി. കണ്ടന്റ് വലിയൊരു കിണ്ടി വില്ലിനകത്ത് വെറുതെ ഒരു സാധനം. ഓക്കെ, നമുക്കപ്പോൾ തുടങ്ങാം. സംഭവം കഴിഞ്ഞ ദിവസം കല്യാണി ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റിനകത്ത് இந்த ഡോക്ടർ ഇല്ല, இந்த ഡോക്ടർ വന്ന് വ്യാജ ഡോക്ടറിന് യാതൊരു വിധത്തിലുള്ള അതൊന്നുമില്ല, ലൈസൻസ് ഇല്ല, ഇവിടെ പ്രവർത്തിക്കാൻ നിയമപരമായിട്ടുള്ള യോഗ്യത ഇല്ല, ഡോക്ടർ ഉടായ്പ എന്ന് പറഞ്ഞാൽ ലോകോത്തര ഉടായ്പ എന്ന് പറഞ്ഞ സാധനം ഇട്ടു. അതേപോലെ തന്നെ ഡോക്ടറിനെതിരെ കല്യാണി കൊടുത്ത കേസിൽ വീണൊരു FIR കളിക്കൂട്ടൊക്കെ മാറി നിൽക്കും. അതിനകത്ത് സ്ക്രിപ്റ്റ് ഉണ്ട്. അങ്ങനെ ഒരു FIR വന്നു. ഇപ്പം ഇതിനൊക്കെതിരെ ഡോക്ടർ നിലൂഫർ എന്ന വ്യാജ പേരിൽ അറിയപ്പെടുന്ന ഫാത്തിമ ഷെറീഫ് ഡോക്ടറും കല്യാണി എന്ന വ്യാജ പേരിൽ അറിയപ്പെടുന്ന ജീവലക്ഷ്മിയും തമ്മിലുള്ള കേസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡോക്ടർ ഒരു പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. നമുക്ക് ഇൻസ്റ്റാഗ്രാമിലെ പോസ്റ്റ് വായിച്ചു നോക്കാം. എന്നെയും എൻ്റെ ബ്രാൻഡിനെയും ലക്ഷ്യമിട്ട് ഒരു വ്യക്തി തെറ്റിദ്ധാരണ ഉളവാക്കുന്നതും ദുരുദ്ദേശപരമായ കാര്യങ്ങൾ സമൂഹങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നതുമായും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഒരു വ്യക്തിയല്ല, ഭാര്യയും ഭർത്താവും ഉണ്ട്, 2 വ്യക്തികൾ, അതിൻ്റെ കൂടി ഇപ്പോൾ കൊച്ചു ആടായിട്ടുണ്ട്. അപ്പോൾ 3 വ്യക്തികൾ, ഒരു വ്യക്തി. അപ്പോൾ ഭർത്താവിനെ ക്ഷമിച്ചു, വിശാലമനസ്കനായ ആശം ഭർത്താവിനോട് ക്ഷമിച്ചു. ഓക്കെ, ഈ വിഷയം നിലവിൽ കോടതിയുടെ പരിഗണനയിലും ജുഡീസ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആവശ്യമായ നിയമ നടപടികൾ ഇതിനോടകം ആരംഭിച്ചതിനാലും നീതിന്യായ വ്യവസ്ഥയിൽ നിയമപരമായ നടപടികളും എനിക്ക് പൂർണ്ണ വിശ്വാസമുള്ളതിനാലും ഇതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് ഞാനിപ്പോൾ പ്രതികരിക്കുന്നില്ല. നമ്മളെന്തിനാ പിന്നെ ഇത് വായിക്കുന്നത്? ഇന്നലെ കല്യാണി വന്നിട്ട് പറഞ്ഞു, ജീവലക്ഷ്മി എന്ന് പറയുന്ന കല്യാണി വന്നിട്ട് പറഞ്ഞ് ഞാൻ ഇതൊക്കെ നിയമത്തിൻ്റെ ഇതിലാണ്, ഒന്നും പറയാൻ പറ്റത്തില്ല, പക്ഷേ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം ഡോക്ടർ വ്യാജമാണെന്ന് എനിക്ക് തെളിഞ്ഞു. ഡോക്ടർ വന്നിട്ട് പറഞ്ഞ് ഇതൊന്നും ഇപ്പം നിയമം ഒന്നും പറയാൻ പറ്റത്തില്ല, പക്ഷേ ഞാൻ സൂപ്പറാണ് എന്ന് പറയും. ഡോക്ടറും പറയുന്നു. ഓക്കെ, നിങ്ങൾ രണ്ടും പറയണ്ട, നമുക്ക് കേൾക്കാം. എങ്കിലും ചില വസ്തുതകൾ രേഖപ്പെടുത്തണമെന്ന് ഞാൻ കരുതുന്നു. വസ്തുതകൾ രേഖപ്പെടുത്തൂ. കോസ്മെറ്റോളജി മേഖലയിലെ എൻ്റെ യാത്ര 2013 ആരംഭിച്ചത്. കോസ്മെറ്റിക് കെമിസ്ട്രി ഇന്ത്യയിലെ മുഖ്യധാര മെഡിക്കൽ പരിശീലനത്തിൻ്റെ ഭാഗമല്ലാതിരുന്ന കാലത്തിൽ തന്നെ തായ്ലൻഡ്, സിംഗപ്പൂർ, ലണ്ടൻ, അമേരിക്ക സഞ്ചാരമോ ഇത്ര രാജ്യങ്ങളിൽ പോയി പഠിച്ച സാധനം എന്നിവിടങ്ങളിലെ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട വിദഗ്ധരുടെ കീഴിൽ ഞാൻ പ്രത്യേക പരിശീലനം നേടിയിരുന്നു. കൊള്ളാം. എൻ്റെ പ്രൊഫൈലിൽ പരാമർശിച്ചിരിക്കുന്ന കോസ്മെറ്റിക് കെമിസ്ട്രി പ്രോഗ്രാമുകൾ പ്രത്യേക പരിശീലന വർക്ക്ഷോപ്പുകളാണ്. അവയെ ഞാൻ ഒരിക്കലും മെഡിക്കൽ ബിരുദങ്ങളായി അവതരിപ്പിച്ചിട്ടില്ല. കല്യാണി പറഞ്ഞത്, കല്യാണി കയറി ചെന്നപ്പോഴത്തേനും ഡോക്ടർ അവിടെ പിടിച്ചിരുത്തി ബ്ലാക്ക് ബോർഡിൽ ഡോക്ടറിൻ്റെ ഡിഗ്രികളൊക്കെ എഴുതി കാണിച്ച് വടി വെച്ച് അടിച്ച് കൂട്ടാൻ പൊട്ടിച്ച് കാണാപ്പാടം പഠിപ്പിച്ചു എന്നാണ് ഡോക്ടർ MA MSc BCom ഫസ്റ്റ് ക്ലാസ് അതേപോലെ എന്തോ ഒരു പഠനം ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞ് പറ്റിച്ച് ചികിത്സിച്ചു എന്നാണ് കല്യാണി പറഞ്ഞത്. ജീവലക്ഷ്മി എന്നറിയപ്പെടുന്ന കല്യാണി എന്നറിയപ്പെടുന്ന ജീവലക്ഷ്മി. പക്ഷെ ഡോക്ടർ ഇപ്പോൾ പറയുന്നത് അങ്ങനെയൊന്നുമല്ല, ഞാൻ ഒരിടത്തും ഇങ്ങനൊന്നും അവതരിപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഓക്കെ, ബാക്കി വയ്ക്കാം. കഴിഞ്ഞ 14 വർഷത്തിനിടെ ഞങ്ങളുടെ ക്ലിനിക്കുകൾ ആയിരക്കണക്കിന് രോഗികളുടെ വിശ്വാസം നേടിയിട്ടുണ്ട്. ഒരു രോഗിയുടെ വിശ്വാസം ഇല്ലായ്മയെ നേടിയിട്ടുണ്ട്. അത് നമ്മൾ എടുത്തു പറയണം. 1000 പേര് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് വിശ്വാസമില്ല. 99.99% കീടാണുക്കളെ നശിപ്പിക്കാൻ പറ്റിയിട്ടുള്ളൂ. ഒരു ഇവിടെ പ്രതിമാസം 200-ലധികം ക്ലയൻറ്റുകൾക്ക് സേവനം നൽകിക്കൊണ്ടിരിക്കുന്ന ഞങ്ങൾ പ്രശസ്തമായ ഡെർമറ്റോളജിസ്റ്റുകൾ, ഏസ്തെറ്റിക് ഫിസിഷ്യന്മാർ, പ്ലാസ്റ്റിക് സർജന്മാർ എന്നിവർക്കൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുമായിട്ട് കൊളാബ് അടിക്കാം. അവിടെ കല്യാണി ഒരു കൊളാബ് എന്നാൽ കൊളാബ് അടിക്കാൻ പറ്റത്തില്ല. ആ കൊളാബ് അടിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ പ്രശ്നം വല്ലതും ഉണ്ടായിരുന്നോ? അന്ന് ആ കൊളാബ് അടിച്ചിരുന്നെങ്കിൽ കല്യാണി ഇപ്പോൾ വന്നിട്ട് നിലൂഫർ ഡോക്ടർ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഡെർമറ്റോളജിസ്റ്റ് എന്ന് പറഞ്ഞേനെ. ആ കൊളാബ് അടിക്കാത്തതുകൊണ്ടല്ലേ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇപ്പം ഇത്രയും പേരിട്ട് കൊളാബ് അടിക്കാമെങ്കിൽ അവിടെ കല്യാണിയായിട്ടൊരു കൊളാബൊക്കെ അടിക്കായിരുന്നു. അത് മോശമായിപ്പോയി. ധാർമ്മികമായ പ്രവർത്തന രീതികളും രോഗികളുടെ ക്ഷേമവും തന്നെയാണ് എല്ലായ്പ്പോഴും ഞങ്ങളുടെ പ്രധാന പ്രതിബദ്ധത.
ഞങ്ങളുടെ ലൈസൻസ് നിയമാനുസൃത പ്രവർത്തനങ്ങൾ, എൻ്റെ പ്രൊഫഷണൽ യോഗ്യതകൾ എന്നിവയെ ചോദ്യം ചെയ്യുന്ന ആരോപണങ്ങൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണ്. ഒന്നും ശരിയല്ല. എല്ലാ രേഖകളും ആ കരങ്ങളിൽ ഭദ്രമാണ്. മനസ്സിലായോ? ബാധകമായ എല്ലാ നിയമങ്ങളും ഞങ്ങൾ പാലിക്കുന്നുണ്ട്. ലൈസൻസുകളുടെ സാധാരണ പുതുക്കൽ നടപടികളെ നിയമലംഘനമായി തെറ്റായി ചിത്രീകരിക്കരുത്. അപ്പോൾ ലൈസൻസ് പുതുക്കാൻ കൊടുത്തിരിക്കുകയാണ് ഇല്ലേ? അപ്പോൾ പുതുക്കാൻ കൊടുത്ത സമയം പഴയ ലൈസൻസ് എക്സ്പയർ ആയി കാണും ഇല്ലേ? പഴയ ലൈസൻസ് എക്സ്പയർ ആയപ്പോൾ പുതിയ ലൈസൻസിന് അപ്ലൈ ചെയ്തപ്പോൾ കല്യാണി റൈറ്റ് ടു ഇൻഫർമേഷൻ പ്രകാരം കൊണ്ട് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ക്ലിനിക്കിനെ അറിഞ്ഞുകൂടാ, അങ്ങനെ ഒരു ഡോക്ടറിനെ അറിഞ്ഞുകൂടാ എന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഇത് ഇപ്പോൾ കല്യാണി തെറ്റിദ്ധരിപ്പിച്ചതാ. റൈറ്റ് ടു ഇൻഫർമേഷനെതിരെ വേണം നമ്മൾ കേസ് എടുക്കാനായിട്ട്. അപ്പോൾ അവർ പറഞ്ഞ സത്യം കേട്ടോ. അവർ തിരക്കി നോക്കിയപ്പോഴത്തേക്കും ഈ ലൈസൻസ് എക്സ്പയർ ആയി, മറ്റേ ലൈസൻസ് വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ, അന്നേരം ഇത് തന്നെ തക്ക സമയം തെറ്റിദ്ധരിപ്പിച്ച് കളയാന്ന് പറഞ്ഞിട്ട് ജീവലക്ഷ്മി എന്ന കല്യാണി തെറ്റിദ്ധരിപ്പിച്ചു. ഓക്കെ, ബാക്കി വയ്ക്കാം. കൂടാതെ നിയമ നടപടികൾ പിൻവലിക്കുന്നതിന് പകരമായി ഒരു വലിയ തുക ആവശ്യപ്പെട്ടുവെന്നൊരാ അയ്യോ ഞാനത് കട്ടായിപ്പോയല്ലോ. എന്തോ പിടിക്കുന്ന ആശയവിനിമയങ്ങളും മറ്റ് ഭീഷണിപ്പെടുത്തലുകളും സംബന്ധിച്ച് വിവരം ഇതിനോടകം തന്നെ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എന്തോ ഒരു പിടിക്കുന്ന കട്ടായിപ്പോട്ടെ, ഞാൻ കട്ട് ചെയ്തപ്പോൾ എനിക്കൊന്നു എത്രയോ വലിയ ലക്ഷം വലിയ തുക നിയമ നടപടികൾ പിൻവലിക്കുന്നതിന് പകരമായി ഒരു വലിയ തുക കല്യാണി ആവശ്യപ്പെട്ടു എന്നാണ് ഇത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. 4,71,000 അല്ലായിരുന്നു ട്രീറ്റ്മെൻറ്റ്, അതിലും വലുത് ആവശ്യപ്പെട്ടോ? അവ നിലവിൽ നടക്കുന്ന അന്വേഷണത്തിൻ്റെ ഭാഗമാണ്. എൻ്റെ രോഗികൾക്ക് എൻ്റെ തൊഴിൽ മേഖലയ്ക്കും ഈ സ്ഥാപനം പടുത്തുയർത്തിയ മൂല്യങ്ങൾക്കുമാണ് ഞാൻ എപ്പോഴും മുൻഗണന നൽകുന്നത്. വർഷങ്ങളായി ഈ യാത്രയിൽ ഞങ്ങൾക്കൊപ്പം നിന്ന എല്ലാവർക്കും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നുണ്ട് കേട്ടോ. നന്ദിയുണ്ടേ. പോലീസും നീതിന്യായ വ്യവസ്ഥയും നിയമാനുസൃത നടപടികളിലുമുള്ള എൻ്റെ വിശ്വാസം അചഞ്ചലമാണ്. ചലിപ്പിക്കാൻ പറ്റില്ല സാധനത്തിനെ. സത്യം തെളിയിക്കപ്പെടേണ്ടതിന് സോഷ്യൽ മീഡിയയിലല്ല, ശരി, കോടതിയിലാണ്. പിന്നെന്തിനാ ഈ പോസ്റ്റ്? എന്തിനാ പിന്നെ സോഷ്യൽ മീഡിയയിൽ? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ന്യായീകരണത്തിൻ്റെ ആവശ്യമില്ലല്ലോ. ഡോക്ടറിന് സോഷ്യൽ മീഡിയയിൽ ഇത് തെളിയിക്കണം എന്നുള്ള വലിയൊരു കാര്യമുണ്ട്. കാരണം കല്യാണി എന്നറിയപ്പെടുന്ന ജീവലക്ഷ്മി ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. അവരെ കാണാനായിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ കാത്ത് കണ്ണിൽ എണ്ണയൊഴിച്ച് തിരികത്തിച്ച് കാത്തിരിപ്പുണ്ട്. അപ്പോൾ അവർക്ക് മുമ്പിലേക്ക് ജീവലക്ഷ്മി എന്ന കല്യാണി ഈ ഒരു സ്ഥാപനം ഉടായ്പാണ്, ഈ ഡോക്ടറിന് യാതൊരു വിധത്തിലുള്ള സർട്ടിഫിക്കേഷനും ക്വാളിഫിക്കേഷനും ഇല്ല, ഞാനത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം കണ്ടുപിടിച്ചു, ഇത് പോലീസിൻ്റെ FIR വീണു എന്നൊക്കെ പറയുമ്പോഴത്തേനും 100 രോഗികൾ, അപ്പോൾ ആയിരക്കണക്കിനല്ലേ പറഞ്ഞത്, 1000 രോഗികൾ ഡോക്ടറിൻ്റെ അടുത്തേക്ക് വരാൻ താല്പര്യപ്പെട്ടു നിൽക്കുമ്പോൾ അതിൽ നിന്നും ഒരു 10 രോഗികൾ മാറിക്കഴിഞ്ഞാൽ ആ 10 രോഗികളുടെ നഷ്ടം ആർക്കാണ് സംഭവിക്കുന്നത്? ഡോക്ടറിനാണ് സംഭവിക്കുന്നത്. സോ ആ ക്രെഡിബിലിറ്റിയിൽ ഞാനാണ് യാഥാർത്ഥ്യം എന്ന് ഡോക്ടർ പ്രൂവ് ചെയ്തേ പറ്റൂ. കച്ചവടം വേണമെന്നുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ ആ 10 പേര് അവരുടെ പാട്ടിന് അപ്പുറത്തെ ഡോക്ടറിൻ്റെ കോമ്പറ്റീഷൻ സ്ഥാപനത്തിൽ പോയിട്ട് അവിടെ ഇരിക്കും. എന്നിട്ട് അവിടെ നിന്നും പറയും ഇപ്പുറത്തൊരു ഡോക്ടർ ഉണ്ടായിരുന്നില്ല, അവർ ഇല്ല പെണ്ണിൻ്റെ ഇവിടുത്തെ കറുപ്പ് മാറ്റാന്ന് പറഞ്ഞ് പറ്റിച്ച് മൊത്തം പിടിച്ച് കറുപ്പ് തയ്ച്ചെന്ന് പറയും. അപ്പം ഡോക്ടറിന് അത് തെളിയിക്കേണ്ടതായ ആവശ്യമുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഈ വിഷയം ട്രാക്ക് ചെയ്തപ്പെട്ടപ്പോൾ ഡോക്ടറിനും സോഷ്യൽ മീഡിയയിൽ റെസ്പോണ്ട് ചെയ്യേണ്ട കാര്യമുണ്ട്. എന്നാൽ നമ്മളങ്ങനെ അടിച്ചപ്പിച്ചത് ശരിയല്ല കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്ത് ചെയ്യും? നീതി വിജയിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഡോക്ടർ ഫാത്തിമ നിലൂഫർ ഷെറീഫ്. വ്യാജപ്പേര് കല്യാണി പറഞ്ഞാൽ വ്യാജപ്പേരുമായിട്ട് ഇറങ്ങിയേക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഡോക്ടറിൻ്റെ ഒരു പ്രതികരണം വന്നിട്ടുള്ളത്. ഡോക്ടറുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇത് കല്യാണി പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യാജമാണ്. ഞാൻ അചഞ്ചലമായ വിശ്വാസത്തോടെ നീതിന്യായത്തെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ലതാണ്, നീതിന്യായത്തെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ കുറേ കൊല്ലം അവിടെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കാം. അതോടൊപ്പം തന്നെ ഡോക്ടർ പറയുന്നത് ഈ സാധനങ്ങളൊന്നും അങ്ങനത്തെ സാധനങ്ങളല്ല, അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സപ്രട്ടിക്കേഷൻ അല്ല എനിക്കുള്ളത്, എൻ്റെ സപ്രട്ടിക്കേഷൻ വേറെ സപ്രട്ടിക്കേഷനാണ്, അതിനെക്കുറിച്ചുള്ള വിവരം നിങ്ങൾക്കില്ലാത്തത് എൻ്റെ തെറ്റല്ല എന്നാണ് ഡോക്ടർ ഇതിൽ നിന്ന് പറയാനായിട്ട് ശ്രമിക്കുന്നത്. കല്യാണി പ്യുവർലി ഗ്രഡ്ജ് തീർക്കുന്ന പോലെയാണ് എനിക്കിതൊക്കെ കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്. കാരണം ആ FIR വായിച്ചപ്പോഴുണ്ടല്ലോ ഇങ്ങനെ തലയ്ക്ക് ചുറ്റും കുറേ കിളികളും കുരുവികളും ഒക്കെ കിടന്ന് കറങ്ങുമായിരുന്നു.
ഇത് അന്നേരം ഈ ഡോക്ടറും ഇപ്പോൾ കല്യാണി മാത്രം നമ്മൾ പറഞ്ഞിട്ടില്ല, ഡോക്ടറും യാതൊരു തരത്തിലുള്ള പ്രൂഫുകളും വെച്ചിട്ടില്ല. ഇതാണ് എൻ്റെ MBBS സർട്ടിഫിക്കറ്റ്, ഇതാണ് കോസ്മെറ്റോളജിയിൽ ഞാനെടുത്ത കോഴ്സുകൾ, ഇന്ന ആൾക്കാരുടെ കീഴിൽ ഞാൻ പഠിച്ചിട്ടുണ്ട് എന്നൊന്നും ഡോക്ടർ സ്ഥാപിക്കുന്നില്ല. കല്യാണി ഒരു പോസ്റ്റ് അങ്ങോട്ടിട്ടു, ചെക്ക്മേറ്റ്സ്. ഡോക്ടർ തിരിച്ചൊരു പോസ്റ്റ് ഇങ്ങോട്ടിട്ടു, ചെക്ക്മേറ്റ്സ്. അപ്പോൾ ഇവർ തമ്മി തീർക്കട്ട്. ഇല്ല അപ്പോൾ നമ്മൾ എന്തിട്ട് പറയാനിട്ട്. ഇപ്പോൾ ഡോക്ടർ വ്യാജമാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇത്രയും നാളും ആ സ്ഥാപനം അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന്. 2013 മുതൽ ഇവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്രയും അധികം വർഷം, 2013, 23, 24, 25, 26, അപ്പോൾ എത്ര 13 വർഷത്തോളം. 13, 23, 33, 2013, 23, 24, 25, അതെ 13 വർഷത്തോളം ഇവർ സക്സസ്ഫുള്ളായിട്ട് ഇത്രയും അധികം രോഗികളെ ചികിത്സിച്ചു എന്ന് പറയുമ്പോൾ അമേസിങ് എന്ന് പറഞ്ഞാൽ അമേസിങ്. അതിനകത്ത് തന്നെ നിരവധി സെലിബ്രിറ്റീസും ഉണ്ട്. ലാലേട്ടൻ്റെ മുഖത്തങ്ങനെ ഒരു സ്ക്രാച്ച് വീഴണം, കടപ്പുറം കുത്തിപ്പിടിച്ച് വാങ്ങും. അപ്പോഴാണ് ഇങ്ങനത്തെ ഓരോ അലിഗേഷനുമായിട്ട് കല്യാണി വന്നത്. അത് മാത്രമല്ല, ഞാൻ സിമ്പിളായിട്ട് ചോദിച്ചോട്ടെ, വളരെ സിമ്പിളായിട്ട്. ഞാൻ ഒരു ക്രീമിൻ്റെ മോന്തയത്ത് പുരട്ടി, അടുത്ത ദിവസം മറ്റൊരു ക്രീം പുരട്ടി, അടുത്ത ദിവസം മറ്റൊരു ക്രീം പുരട്ടി. ഈ പുരട്ടുന്നതെല്ലാം കെമിക്കലുകളാണ്. ഇതിനൊക്കെ സൈഡ് എഫക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. സ്റ്റിറോയിഡ് അടങ്ങിയ സാധനങ്ങൾ മുഖത്ത് പുരട്ടുമ്പോഴത്തേനും അത് നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ചെയ്യാനുള്ള ചാൻസസ് വളരെ അധികമാണ്. അപ്പോൾ ഇങ്ങനെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് പല സാധനങ്ങളും മുഖത്തും കയ്യിലൊക്കെ വാരി പുരട്ടുമ്പോൾ പല പ്രശ്നങ്ങളുണ്ടാവും. എന്തിനിത്രയൊക്കെ പറയുന്നു? നിങ്ങൾ ഒരു ദിവസം തന്നെ പല പല ഫുഡുകൾ വാരി കോരി പെറുക്കി തിന്ന് നോക്കും, പല ഹോട്ടലിൽ നിന്നും ഷോർട്ട് വൈറലായിരിക്കും. അതേപോലെയുള്ള നമ്മുടെ സ്കിന്നും നമ്മൾ ഓരോ ദിവസവും ഓരോ സാമാനം വാരി പുരട്ടിട്ട് ഇത് പുരട്ടിയപ്പോൾ ഞാൻ വെളുത്തൂട്ടണ്ടറിങ് ഇത് മേടിക്കൂ, ഇതും പുരട്ടിയപ്പോൾ ഞാൻ വെളുത്തൂട്ടണ്ടറിങ് അതല്ല ഇത് മേടിക്കൂ, ഇത് അതിനെക്കാട്ടും ആ രണ്ടിനെക്കാട്ടും ഇല്ലാണ് ഈ മൂന്നാമത്തത് ഇത് പുരട്ടൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം മോന്തയ്ക്ക് പുരട്ടി കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പോൾ സ്ത്രീകളെ ഞാൻ അടച്ചക്ഷേപിക്കുന്നില്ല, സ്ത്രീകളെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൂടുതൽ സ്ത്രീകളും അവരുടെ മുഖത്ത് പല പല മേക്കപ്പുകൾ, ഫൗണ്ടേഷനുകൾ, ഇങ്ങനെ ബ്രഷ് മുക്കി അടിക്കുന്ന സാധനങ്ങൾ, ചുണ്ടത്തിലെ സാധനം, കണ്ണിലുള്ള സാധനം എല്ലാം ചെയ്യും. എന്നാൽ മെജോറിറ്റി പുരുഷന്മാരും ഇത്രയും ഒന്നും മേക്കപ്പ് സാധനങ്ങൾ ചെയ്യാറില്ല. മാക്സിമം പോയി കഴിഞ്ഞാൽ സൺസ്ക്രീമും കുറേ പൗഡറും അല്ലെങ്കിൽ കുറേ ക്രീമും വാരി പറ്റും, അത്രേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകളുടെ ഒരുപാട് പേരുടെ മുഖത്ത് പല പല പാടുകളും പ്രശ്നങ്ങളും ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടതമായ അവസ്ഥകൾ വരും. എത്ര ശതമാനം പുരുഷന്മാരാണ് ഈ സ്കിന്നിന് പ്രശ്നത്തിന്, അതായത് ഇങ്ങനത്തെ അപ്ലൈ ചെയ്തിട്ടുള്ള സ്കിൻ പ്രശ്നത്തിന് ഡോക്ടറിനെ പോയി കാണുന്നത്? നിങ്ങൾ തിരക്കി നോക്കൂ. ഈ പല പ്രോഡക്റ്റുകളും അവർ പടച്ചു വിടുന്നത് അവർക്ക് ലാഭം ഉണ്ടാക്കാനായിട്ട്, അല്ലാതെ നിങ്ങളുടെ തൊലി വെളുപ്പിക്കാനല്ല, നിങ്ങളുടെ കുടുംബം വെളുപ്പിച്ചിട്ട് അവർക്ക് വയറ് നിറപ്പിക്കാൻ വേണ്ടിയിട്ട് വെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവരത് ചെയ്യുന്നത്. അപ്പോൾ അത് വാരി പുരട്ടുമ്പോഴത്തേനും വെളുക്കും. തൊലിയല്ല, കുടുംബം വെളുക്കും. അത് മനസ്സിലാക്കി ഓരോന്നൊക്കെ വാരി പുരട്ടുക. നിങ്ങൾ റിസർച്ച് ചെയ്തിട്ട് അതിനകത്ത് ഇൻഗ്രീഡിയൻസ് നോക്കിയിട്ട് ആ ഇൻഗ്രീഡിയൻസ് നിങ്ങളുടെ ശരീരത്തിന് കുഴപ്പമില്ലാത്തതാണെന്നുണ്ടെങ്കിൽ വാരി പുരട്ടുക. ഇനി നമ്മുടെ രാജ്യവും മറ്റൊരു രാജ്യവും തമ്മിൽ വ്യത്യാസമുണ്ട്. മറ്റു രാജ്യത്ത് ഇപ്പോൾ വേറെ എക്സാമ്പിൾ ഫാൻറ്റയോ കൊക്കക്കോളയോ പെപ്സിയോ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തെ ഇൻഗ്രീഡിയൻസ് അല്ല ഇവിടുത്തെ ഇൻഗ്രീഡിയൻസ്. നമ്മൾ വിഷം കുടിച്ച് ചത്തോട്ട്. ജവന്മാർക്ക് അവരുടെ ഈ നമ്മുടെ ഭക്ഷ്യസുരക്ഷ പോലെ എന്താണ്ടോ സാധനം എഗ്രി ചെയ്യുന്ന വിഷം കൊടുക്കാൻ പറ്റത്തില്ല. ഇവിടെ വിഷമെങ്കിൽ വിഷം, പൊട്ടിക്ക് പുല്ലി ചാവട്ട്, 100 കോടി ആൾക്കാരില്ലേ, പുല്ലെല്ലാം കൂടെ പോട്ട്, ആ സാധനമാണ് ഇവിടുത്തെ സെറ്റപ്പ്. അപ്പോൾ എല്ലാവരും അതേ സെറ്റപ്പ് തന്നെയാണ്. നിങ്ങളൊരു ക്രീം എടുത്ത് നോക്കിയാലും, നിങ്ങളൊരു മസാലപ്പൊടി എടുത്ത് നോക്കിയാലും, നിങ്ങൾ എന്തൊരു പുല്ലെടുത്ത് നോക്കിയാലും ഇവിടെ അതിനകത്തൊക്കെ മായം കൂടുതലാണ്. എന്തിന്? വെളിച്ചെണ്ണയ്ക്കകത്ത് വരെ മുളക് പൊടിക്കകത്ത് ഇഷ്ടിക പൊടി ചേർക്കുന്നത് കേട്ടിട്ടുണ്ട്, വെളിച്ചെണ്ണയ്ക്കകത്ത് എന്തൊക്കെയോ ചേർക്കുന്നത്, എല്ലാത്തിലും മായം, സർവ്വം മായ. അപ്പോൾ നോക്കി കണ്ടു വെക്കുക, വാരി പുരട്ടി മോന്തയ്ക്കൊക്കെ പുരട്ടാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഡോക്ടറിൻ്റെ ഈ കുറിപ്പടിയിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ കല്യാണി പറഞ്ഞ സാധനങ്ങളെല്ലാം ഇങ്ങനെയൊന്നും അല്ല ഹേ എന്ന് ഡോക്ടർ പറഞ്ഞ പോലെയാണ്. ഇനിയിപ്പോൾ കല്യാണിൻ്റെ ഭാഗത്തുനിന്ന് അടുത്ത ചെക്ക്മേറ്റ് വെക്കൂ. ഇപ്പോൾ രണ്ടുപേരും ഒരേ പോയിൻ്റ് നിലയിൽ 2-2 എന്നുള്ള പോയിന്റ് നിൽക്കുകയാണ്. ഇനി അടുത്ത പോയിന്റ് ആര് വെക്കുമെന്ന് നോക്കാം. ഇത്രയൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തൊരു തോന്നി? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളെ രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങളുടെ മോന്തയ്ക്ക് പല പല ക്രീമുകൾ വാരി പുരട്ടുന്നുണ്ടോ? ഏത് ക്രീമാണ് ഏറ്റവും നല്ലത്? അതുകൂടെ വാരി പുരട്ടും, ഞാനും കൂടെ പുരട്ടും നോക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.